ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് തുടക്കം തന്നെ എങ്ങോട്ടോ പോവുകയാണല്ലേ. ഇന്നലെ ഞാൻ എൻ്റെ ബ്രദറിൻ്റെ വീട്ടിൽ പോയിട്ടോ. അപ്പോൾ അവിടെ വെച്ചെടുത്ത വീഡിയോയാണ്. അപ്പോൾ ബ്രദറിൻ്റെ വീട്ടിൽ നിന്ന് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ കുറേ വിശാലമായിട്ട് പറമ്പും മൈതാനം പോലെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് ഇറങ്ങി പോണതാട്ടോ. ചൂടായതുകൊണ്ട് തന്നെ നമുക്ക് വീടിനകത്ത് ഇരിക്കാനേ തോന്നില്ല. അപ്പം ഇങ്ങനെ പറമ്പും തോപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഇരിക്കുമ്പോൾ വെയിലാണ്, എന്നാലും കാറ്റൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനും പിള്ളേരും എല്ലാവരും കൂടി അങ്ങോട്ട് ഇറങ്ങുകയാണ്. എൻ്റെ കൂടെ എല്ലാ കുട്ടിപ്പട്ടാളങ്ങളും ഉണ്ട്. പക്ഷേ എനിക്ക് അവരെ ഞാൻ വീഡിയോ എടുത്തു കേട്ടോ. എടുത്തിട്ട് ഞാനത് ആദ്യം എടുത്ത വീഡിയോ ഞാൻ ഇതിൽ ചേർത്തിട്ട് ഞാനത് കളയത്. കാരണം എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ പണി കിട്ടാറുണ്ട് പിള്ളേരെ കാണിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അത് ഡീറ്റെയിൽ ആയിട്ട് എടുത്തില്ല. ഇതവിടെ തന്നെ ഉള്ളൊരു തോടാണ്, വലിയ തോടാണിത്. പുളിന്താനം തോട് എന്നാട്ടോ ഇതിനെ പറയണത്. അപ്പോൾ അതിൻ്റെ തീരത്തൊക്കെ വന്ന് നിൽക്കുകയാണ് പിള്ളേർ. വെള്ളം കണ്ടിട്ട് നമ്മുടെ ഇങ്ങോട്ടൊന്നും ഇതൊന്നും കാണാനേ ഇല്ലല്ലോ. അപ്പോൾ എൻ്റെ വീടിൻ്റെ ഭാഗത്തേക്കൊക്കെ പോയാലാണ് ഇങ്ങനെയൊക്കെ കാണാൻ കിട്ടുള്ളൂ പിള്ളേർക്ക്. കലങ്ങിന്റെ അടിയിലും ദൂരം. അപ്പൊ അവരങ്ങനെ ആസ്വദിക്കാണ്. അപ്പൊ ഞാൻ നമുക്കിനി പോവാന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് ഇവരെന്ത് ചെയ്താ വരില്ല കേട്ടോ. കുറച്ചേരം കൂടി നിൽക്കാം, കുറച്ചേരം കൂടി നിൽക്കാന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കിനി തിരിച്ച് പോരണം. അപ്പോൾ കുറച്ചേരം അവർ കളിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാനും നോക്കി നിന്നു. ഈ തോട്ടിലൊക്കെ പണ്ട് കുളിക്കാനൊക്കെ വരുന്ന തോടായിരുന്നു കേട്ടോ. എല്ലാവരും ഇവിടെ വന്നായിരുന്നു അലക്കും കുളിയൊക്കെ. ഇപ്പം ആരും ഇറങ്ങാതെ എല്ലാം കാട് പിടിച്ച് കിടക്കാണ്. അവിടെ വെള്ളിയിലത്താളി ഇഷ്ടം പോലെ നിൽക്കാനുണ്ട്. പണ്ടൊക്കെ ഒരു പ്രത്യേക സുഖമാണ് തോട്ടിൽ കുളിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ കൂട്ടുകൂടി അലക്കാനുള്ളതെല്ലാം വാരി കെട്ടി ഇങ്ങനെ ബക്കറ്റിലാക്കി ഒരു യാത്ര പോകും പോലെ കേട്ടോ. അലക്കും കുളി എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വരണത്. ഇതാണ് വെള്ളിയിലത്താളി. ഇത് മുസാണ്ട പോലത്തെ ചെടിയായിട്ടും നമുക്കിതിനെ വളർത്താം കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു വീട്ടിൽ ഇതിങ്ങനെ ചെടിയായിട്ട് തന്നെ വളർത്തുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിപ്പോൾ നമുക്ക് താളിയായിട്ട് ഉപയോഗിക്കാനാണ്. അപ്പോൾ ഞാനത് കുറച്ച് ഒടിച്ചെടുക്കാം കേട്ടോ, താളി തേക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ വെള്ളിയിലത്താളിയൊക്കെ ഒടിച്ചു. കുറച്ച് നേരം വീട്ടിലിരുന്ന് വീണ്ടും വർത്താനമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് തന്നെ പോന്നു കേട്ടോ. അപ്പോൾ പിള്ളേർക്കും ഒരു സന്തോഷമായി, എനിക്കും സന്തോഷമായി. ചൂടത്ത് ഒന്ന് റിലാക്സ് ചെയ്തു. പിന്നെ അതാ ഇപ്പോൾ ചിക്കൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ പെട്ടെന്ന് ഈസി ആയിട്ട് വയ്ക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ അതിലേക്ക് 2 സവാളയും 1 തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പിന്നെ വേപ്പിലയും പച്ചമുളക് വേണമെങ്കിൽ ഇടാം, വേണ്ടെങ്കിൽ ഇടണ്ട. അങ്ങനെ അതെല്ലാം കൂടി ഇട്ടിട്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളും കൂടി ഇട്ട് മൊത്തത്തിൽ തിരുമ്മി കൂട്ടി നമ്മൾ വേവിക്കാൻ വയ്ക്കും. അപ്പോൾ ഇതിലേക്ക് ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കണ്ട കേട്ടോ. ഒട്ടും വെള്ളം ഒഴിക്കാതെ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ തന്നെ മല്ലിപ്പൊടിയും പിന്നെ ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കണം. പിന്നെ പെരിഞ്ജീരകം ചതച്ചതും അതിൻ്റെ കൂടെ 2-3 മണി ഉലുവയും ചേർത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുക്കും. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തിരുമ്മിയെടുക്കണം. കൈകൊണ്ട് തന്നെ തിരുമ്മിയെടുക്കണം. ഇതിങ്ങനെ കൈകൊണ്ട് തിരുമ്മിയിട്ട് നമ്മൾ അതുപോലെ തന്നെ അടച്ച് മൂടി വേവിക്കാൻ വെക്കാനായിട്ട് ചെയ്യുന്നത്. വെള്ളം ഒട്ടും ഒഴിക്കരുത്. അപ്പോൾ ഈ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. ആ വെള്ളത്തിലും ആവിയിലും കിടന്ന് വേണം ഈ കറി വെന്ത് കിട്ടാൻ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. അടി പിടിക്കണ്ടോയെന്ന് ചെക്ക് ചെയ്യണം. അടി പിടിക്കൊന്നുമില്ല, നന്നായിട്ട് തന്നെ വെള്ളം ഇറങ്ങി വരും. എന്നാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി എല്ലായിടത്തും ആ മസാലയൊക്കെ ഒന്ന് പെരണ്ട് കിട്ടണം. ഒരു പെരട്ട് പോലത്തെ ഒരു കറിയാട്ടോ ഇത്. ചിക്കൻ പെരട്ട് പോലത്തെ ഒരു കറിയാണ്. ഇതിന് നമുക്ക് കറിയായിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വറ്റിച്ച് ഡ്രൈ ആക്കി എടുത്തിട്ട് നമുക്ക് വെളിച്ചെണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഈ പാനി തന്നെ ഇതിനെ വറ്റിച്ച് ഡ്രൈ ആക്കിയിട്ട് വീണ്ടും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ പാനി തന്നെ ഫ്രൈ ആക്കി എടുക്കാം. എനിക്കിപ്പോൾ വേറെ കറി ഇല്ലാത്തതുകൊണ്ട് ഞാനിത് ചാറാക്കി തന്നെ ചെറിയൊരു ചാറ് പോലെയാക്കിയാണ് എടുക്കുന്നത്. ഫ്രൈ ആക്കണില്ല. ഇത് തന്നെ നമുക്ക് ഫ്രൈയും ആക്കാം. അങ്ങനെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൂട്ടി യോജിപ്പിച്ചെടുക്കുകയാണ്. ഇപ്പം തന്നെ കണ്ടോ കറിയിൽ നല്ല ചാറുണ്ട്.
പിന്നെ ഞാൻ ആ വെള്ളിയിലെ താളിയുടെ കാര്യം പറഞ്ഞില്ലേ, അത് നമുക്ക് തലയിൽ തേക്കണതിന് മുമ്പായിട്ട് തിളച്ച വെള്ളത്തിൽ ആ താളി നമ്മൾ കഴുകി തിളപ്പിച്ചിട്ടാട്ടോ തലയിൽ തേക്കുന്നത്. അത് നേരെ കൊണ്ടുപോയി കല്ലിൽ പതച്ചാൽ പതേ ഉണ്ടാവില്ല. അതിനെ നമുക്ക് തിളപ്പിച്ചെടുക്കണം, എന്നിട്ട് വേണം തലയിൽ തേക്കാൻ. നല്ല താളിയാണ്, നല്ല തണുപ്പും കിട്ടും. നമ്മൾ പണ്ടൊക്കെ പ്രസവരക്ഷയ്ക്ക് പ്രസവിച്ചെടുക്കുന്ന പെൺകുട്ടികളുടെ തലയിലൊക്കെ തേച്ച് കൊടുക്കാനായിട്ട് അമ്മമാർ ഈ താളി എടുക്കുമായിരുന്നു കേട്ടോ. എൻ്റെയൊക്കെ തലയിൽ ഇഷ്ടം പോലെ തേച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് മാങ്ങ ഉണ്ടായി, അപ്പോൾ നല്ല ദാഹമല്ലേ, അപ്പോൾ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ച് മാങ്ങ ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 മാങ്ങ എടുത്തുള്ളൂ, 2 എണ്ണം ഷേക്ക് അടിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പഞ്ചസാരയും ഐസും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ജ്യൂസ് അടിച്ചെടുക്കുകയാണ്. ഇപ്പം നമ്മൾ ഈ വേനൽക്കാലത്ത് തലയിൽ സോപ്പ് തേച്ച് കുളിക്കാത്തത് തന്നെയാട്ടോ നല്ലത്. നമുക്ക് ഇടയ്ക്ക് താളിയൊക്കെ തേച്ച് കുളിച്ചാലാണ് നമുക്ക് തലയ്ക്കൊരു തണവും നമുക്ക് ഉറങ്ങാനൊക്കെ ഒരു സുഖം ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇതൊക്കെയാണ്. പിള്ളേർ കിട്ടിയ ഗ്ലാസ്സൊക്കെ കൊണ്ടുപോയി വെച്ചതാട്ടോ. ഒരേപോലത്തെ സെറ്റ് ഗ്ലാസ് ഒന്നും വയ്ക്കാൻ അവർക്ക് ഒട്ടും ക്ഷമയില്ല. ഞാനാണെങ്കിൽ ഇത് വീഡിയോ പിടിച്ചൊക്കെ വരുമ്പോഴത്തേനും ഒരുപാട് നേരമാവുമെന്ന് അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അവർ കിട്ടിയ ഗ്ലാസ്സൊക്കെ നിരത്തി വെച്ചു. അങ്ങനെ പിന്നെ അവർക്കൊക്കെ ജ്യൂസൊക്കെ കൊടുത്തിട്ടുണ്ട്, ഞങ്ങളും കുടിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.